ഹായ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ മുന്നേ തന്നെ പറയാം, ഇവിടെ എന്ത് സാധനം അച്ഛൻ ഡോറ് തുറന്ന് കൊടുക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അത് പൊട്ടി നാനാവിശേഷമായിട്ടേ ബാക്കി നമ്മൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താ കൊണ്ടുവരുന്നവർക്ക് കവറ് കാണുമ്പോഴേ അറിയണം. അത് പൊട്ടിച്ച് നോക്കി അല്ലാണ്ട് സമാധാനം കിട്ടില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റങ്ങളാണ് കേട്ടോ. പൊട്ടിച്ചതൊന്നും നമ്മൾക്ക് കിട്ടിയില്ല. ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് മക്കൾക്കായിട്ട് കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അവർക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ കൊണ്ടുപോയി. എൻ്റെ കണ്ണിൽപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് ഇതൊക്കെ കേട്ടോ. മാങ്ങ അച്ചാർ, കുറച്ച് പച്ചമാങ്ങ അവർക്ക് ഉപ്പൊക്കെ ഇട്ട് വെറുതെ തിന്നാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അച്ചാർ ഞാൻ കുറച്ച് ടിന്നിലൊക്കെ ആക്കി വെച്ചു, ബാക്കിയുള്ളതാണ് കേട്ടോ ഇത്. മാങ്ങ അച്ചാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മക്കൾക്ക് രണ്ടുപേർക്കും അത് വെറുതെ വാരി അങ്ങ് തീറ്റിയാണ് പണി. അപ്പോൾ അതാ ഫവികുട്ടി ചോറെടുത്തിരിക്കുകയാണ്. കുറേ മാങ്ങ അച്ചാറും വാരിയിട്ട് മോര് ഒഴിച്ച് ചോറ് അങ്ങ് കുഴച്ചേക്കോ അങ്ങ് കഴിച്ചേക്കോ. ഈ അച്ചാർ തീരുന്നത് വരെയും പിന്നെ ഇതേ ഉള്ളൂ കേട്ടോ പണി. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ കിട്ടുന്ന മാങ്ങയും നാട്ടിലെ മാങ്ങയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണിൽ ഉപ്പിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ ആ മാങ്ങയ്ക്കും നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ അച്ചാറിനും വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ഭവ്യക്കുട്ടി ഇങ്ങനെ ആസ്വദിക്കുന്ന കാണുമ്പോൾ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. പക്ഷേ എപ്പോഴും ഈ ചോറ് തടിച്ചൊരു വഴിയായി. അപ്പോൾ വൈകിട്ടത്തെ കുറച്ച് പരിപാടിയും കൂടാണ് കേട്ടോ ഇത്. വൈകിട്ടപ്പോഴേ ഏട്ടൻ പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അമ്പാടിയുടെ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ കരയണമെന്നാണ് അവൻ ആലോചിക്കുന്നത് കേട്ടോ. മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഒരു ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാനൊന്ന് കറിയാക്കി പെട്ടെന്ന് ആ കറിയാക്കാൻ കിട്ടിയ സമയത്തേക്ക് ഇവരെ രണ്ടുപേരും കൂടെ ഞാൻ പുറത്ത് പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ. പോയിട്ട് വന്നപ്പോൾ ഉള്ള രംഗമാണിത്. എന്തെന്നറിയാമോ, എവിടെയോ അവൻ ചെന്ന് തട്ടിയടിച്ച് വീണ് ഒരു പൊട്ടിൻ്റെ അത്രയെങ്ങാണ്ട് ഒന്ന് മുറിഞ്ഞു, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊരു ചോരയെങ്ങാണ്ട് പൊടിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ നിലവിളിയായി പടവിളിയായി. അവൻ ചേച്ചി ആണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്, ബാൻഡേജ് ഒട്ടിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതേ ആൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടും ഒതുക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് കേട്ടോ, കുറേ പച്ചമാങ്ങയും ഉപ്പും മുളകും ഒക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഇവൻ ഭയങ്കര ബഹളമാണ്, വന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത അത്താഴത്തിൻ്റെ കാര്യങ്ങളാണ്. തേച്ച് മഴക്കലൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുക. അപ്പോൾ ആ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് എനർജി വരട്ടെ എന്ന് കരുതി ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ, ഈ ചോറും മാങ്ങയും എല്ലാം കൂടെ ചേർത്തങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അമ്പാടീസ് കഴിക്കാൻ വന്നില്ല. അവനീ അതും ഇതുമൊക്കെ ഇങ്ങനെ കടിച്ചും ചവച്ചുമൊക്കെ നടക്കുന്നതുകൊണ്ട് ഭവ്യകുട്ടി അങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് പനിയുടെ ഒരു ഇതൊക്കെയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആവി പിടിക്കാനായിട്ട് വെച്ചേക്കാം. പുട്ടുകട കണ്ടിട്ട് നിങ്ങൾ എന്തേ ഈ അഴുക്ക് പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ഇത് ആവി പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന പുട്ടുകടമാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം വെച്ച് വെള്ളം എല്ലാം കൂടെ കരിഞ്ഞൊരു വഴിയായി. അങ്ങനെയാണിത് ഇത്രയും കളറൊക്കെ കൂടിയത്. അപ്പോൾ രാത്രി 11 മണിയായിട്ടുണ്ട് കേട്ടോ. അവൾ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.